നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ക്ലാസ്സുമായിട്ട് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറേ റിവിഷൻ ആയിരിക്കും. ഈ അടുത്ത കാലത്ത് 21 മുതൽ 25 വരെ ഏതൊക്കെ പ്രിലിംസ് വരെ അതിൻ്റെ മോഡല് കണക്റ്റഡ് ഫാക്ട്സുകളാണ് കൂടുതൽ കൊണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പിന്നെ സ്കൂൾ ടെസ്റ്റൊക്കെ ഞാൻ അങ്ങോട്ട് പോകും തോറും പോയിന്റ് വൈസ് എഴുതി തരാം. ഇപ്പോൾ നിങ്ങൾ ആ ബേസിക് ഒക്കെ ഒന്ന് പഠിച്ചതാണ്. ഈ പലരും ചിലവരൊക്കെ വന്ന കമൻറ്റ് ഇടുന്ന കാണാം, ഈ ഇതിന് താഴെ ഇതൊക്കെ ഇനി ഇപ്പം ചോദിക്കോ ഇല്ലയോ. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയേണ്ടുള്ളത്, അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കാണുന്നില്ലേ. ഇപ്പം നടന്ന പ്രിസൺ ഓഫീസർ പരീക്ഷയോ ബീറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഫയർഫോഴ്സ് പരീക്ഷയോ അല്ല ലാബ് അസിസ്റ്റന്റോ സെയിൽസ്മാനോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്ക്. ഈ ഞാൻ പറയുന്ന എത്ര ചോദ്യങ്ങൾ അതിൽ വന്നെന്ന് അതിൽ വന്ന കമന്റ് ഇടാൻ അവരൊക്കെ അന്നല്ലേ അതിൽ പ്രയോജനപ്പെടും എന്ന് ഒരു അധ്യാപകൻ വെറുതെ വന്ന് ഒരിക്കലും ഇവിടുന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് അത് പ്രയോജനപ്പെടുന്നതേ പറയത്തുള്ളൂ. അത് ഞാൻ അതുകൊണ്ട് ഈ വെളിയിൽ നിന്ന് കുറയ്ക്കുന്ന ഒരാളെയും ഞാൻ നോക്കാറില്ല. കാരണം എനിക്കറിയാം എന്താണ് ഞാൻ പഠിപ്പിക്കുന്നതെന്നും അവർക്ക് എന്തൊക്കെ പ്രയോജനപ്പെടുന്നെന്നും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് തന്നെ എനിക്കറിയാം. അതിൽ ഒത്തിരി പേര് നല്ല കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വാശിയോടുകൂടി അടുത്ത ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് വന്നത്. ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിളുമാണ്, പക്ഷേ എല്ലാം LGS പരമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് പ്രിലിംസ് ചോദിക്കുന്നത്. നമുക്ക് സമയം കളയേണ്ട, തുടങ്ങാം. ഇന്നത്തെ അംഗത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. നോക്കേ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതെല്ലാം ഒറ്റ നോട്ടത്തിൽ നിങ്ങളെ പഠിപ്പിക്കുക. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ബേസിക് ചോദ്യങ്ങൾ, വലിയ ഡീപ്പൊന്നുമല്ല, ബേസിക്. അതായത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ദാദാഭായ് നവറോജിയാണ് അല്ലേ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഈ ദാദാഭായ് നവറോജിയെ നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടേ. INCക്ക് ആ പേര് കൊടുത്തതാര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാര്? ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവാര്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവും ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവും ആരാടെ? പൊളിറ്റിക്സിന്റെ പിതാവും ദാദാഭായ് നവറോജി. പിന്നെന്ത് പഠിക്കാം? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന മാസിക ആരുടെ? വോയിസ് ഓഫ് ഇന്ത്യ എന്ന മാസിക ദാദാഭായ് നവറോജി. രസ്ത് ഗോഫ്താർ എന്ന മാസിക ആരുടെ? രസ്ത് ഗോഫ്താർ എന്ന മാസിക ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ കൃതി? ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ബ്രെയിൻ ഡ്രെയിൻ തിയറി ആരുടെ? ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം, ഇതൊക്കെ ആരുടെ കൃതിയാണ്? ദാദാഭായ് നവറോജി. ആദ്യ ദേശീയ വരുമാനവും ആദ്യ പ്രതിശീർഷ വരുമാനം കണ്ടെത്തിയത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇനിയുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി അല്ലേ. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. INCക്ക് ആ പേര് നിർദ്ദേശിച്ചതാര്? ദാദാഭായ് നവറോജി. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതാര്? ദാദാഭായ് നവറോജി. INCയിൽ 1906 സ്വരാജ് പ്രഖ്യാപിച്ചതാര്? പൂർണ്ണ സ്വരാജ് അല്ല, സ്വരാജ് പ്രഖ്യാപനം ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നതാര്? ദാദാഭായ് നവറോജി. അപ്പം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 രൂപീകരിച്ചതാര്? ദാദാഭായ് നവറോജിയാണ്. INCയിൽ സ്വരാജ് എന്ന പദം ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. അപ്പോൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തത് ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിശ്വേശ്വരയ്യ. സാമ്പത്തിക ശാസ്ത്രത്തിൽ കേൾക്കുന്ന ഒരു പദമാണ് വിശ്വേശ്വരയ്യ. എന്തൊക്കെ ചോദ്യം നോക്ക്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ആധുനിക മൈസൂറിന്റെ ശില്പി, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി, ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന കൃതി ആരുടെയാ? വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമല്ലേ സെപ്റ്റംബർ 15. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നത് സെപ്റ്റംബർ 15 ആണ്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൃതിയാണ്. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനമായ സെപ്റ്റംബർ 15 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ഇരുമ്പുരുക്ക് നിർമ്മാണശാല കർണാടകയിലെ മൈസൂര് കുദ്രമുഖയിലെ ഭദ്രാവതിയുടെ തീരത്താണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? വിശ്വേശ്വരയ്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടകയിലാണ്. ഇനിതാ സാമ്പത്തിക ശാസ്ത്രത്തിൽ കേൾക്കുന്ന ഒരു പേരല്ലേ PC മഹലനോബിസ്. എന്തൊക്കെയാണ് നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, കണ്ടോ, ശില്പി പിതാവ് വേറെ ശില്പി വേറെ. പിതാവ് വിശ്വേശ്വരയ്യ പഠിച്ചു.
പഠിച്ചു. ശില്പി PC മഹലനോബിസ്, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ദേശീയ വരുമാനം ദാദാ ഫൈ നവറോജിയ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ദേശീയ വരുമാനം സാംഖ്യ എന്ന മാസികയാര്. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ആരുടെ ജന്മദിനം? ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്നാണ്. അപ്പം PC മഹലനോബിസിന്റെ ജന്മദിനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ്. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ആരുടെ ജന്മദിനം? PC മഹലനോബിസ്. ഇദ്ദേഹത്തിന്റെ മാസികയുടെ പേര് സംഖ്യ എന്ന് പറയുന്നത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് കൊൽക്കത്തയിൽ ഇദ്ദേഹം ചേർന്ന. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ എന്നറിയപ്പെടുന്നതും മഹലനോബിസ് മോഡൽ എന്നല്ലേ അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡലും PC മഹലനോബിസ്. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ഒക്കെ ആരാണ്? PC മഹലനോബിസ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത സാമ്പത്തിക ശാസ്ത്രത്തിലെ അമർത്യാസന്റെ ചോദ്യം വരുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ അമർത്യാസൻ. നോബൽ സമ്മാനം 1998 ബംഗാൾ ക്ഷാമം പ്രതിപാദിച്ചതിന്. വെൽഫെയർ എക്കണോമിക്സിൽ ബംഗാൾ ക്ഷാമവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. 1998 ഭാരതരത്നം തൊട്ടടുത്ത വർഷം ഇദ്ദേഹത്തിന് എഴുതി. അമർത്യാസന് 1999 ഭാരതരത്നം കിട്ടുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നല്ല പോയിന്റ് അദ്ദേഹത്തിന്റെ. ഒക്കെ അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാസനാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കിയ പ്രധാന വ്യക്തി ഇദ്ദേഹമാണ്. അമർത്യാസനും പാകിസ്ഥാൻകാരനായ മെഹബൂബ് ഉൾ ഹക്കും ചേർന്നാണ് ബനാനപ്പെടുത്തി. അമർത്യാസനാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ എന്നറിയപ്പെടുന്നത് അമർത്യാസനാണ്. പ്രധാന കൃതിയാണ് പോവർട്ടി ആൻഡ് ഫാമിൻ, ദാരിദ്ര്യവും ക്ഷാമവും. പോവർട്ടി ആൻഡ് ഫാമിൻ ആരുടെ കൃതി? അമർത്യാസന്റെ കൃതിയാണ് പ്രധാന കൃതി. അപ്പം നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചാൻസലർ. അമർത്യാസന് അമർത്യ എന്ന പേര് കൊടുത്തത് ടാഗോർ ആണ് കേട്ടോ, രവീന്ദ്രനാഥ് ടാഗോർ. എന്നാണ് നോബൽ സമ്മാനം കിട്ടുന്നത്? 1998 നോബൽ സമ്മാനവും ഭാരതരത്നം എന്നാണ് 99 അമർത്യ എന്ന പേര് കൊടുത്തത് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അമർത്യാസന് അമർത്യ എന്ന പേര് കൊടുത്തത്. ആസൂത്രണ കമ്മീഷൻ എപ്പോഴും ചോദിക്കേണ്ട. കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയ്ക്കും ചോദിച്ചായിരുന്നു അല്ലെ. കഴിഞ്ഞ ആഴ്ച എക്സൈസ് വനിതകളുടെ ചോദിച്ചു. 1950 മാർച്ച് 15 നിലവിൽ വന്നു ആസൂത്രണ കമ്മീഷൻ. ആസ്ഥാനത്തിന് പറയുന്ന പേര് ന്യൂഡൽഹിയിലെ യോജന ഭവൻ. അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അങ്ങനെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയുമാണ്. അപ്പം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എന്നാണ് 50 മാർച്ച് 15. അതിന്റെ ആസ്ഥാനത്തിന് ന്യൂഡൽഹിയിലെ യോജന ഭവൻ എന്നും അതിന്റെ അധ്യക്ഷൻ എപ്പോഴും ജവഹർലാൽ നെഹ്റു, അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി. ആദ്യത്തെ ആള് ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നു. ഇതൊരു ഉപദേശക സമിതിയാണ്. ഇത് ചോദിക്കുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്, അഡ്വൈസറി ബോഡിയാണ്. സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് ഇത് നടപ്പിലാക്കിയത്. പഞ്ചവത്സര പദ്ധതിയോ അല്ലെങ്കിൽ ആസൂത്രണമോ ഒക്കെ ഇന്ത്യ കടമെടുത്തത് ഏത് മാതൃകയിൽ? സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് വിളിക്കുന്നത് ആസൂത്രണ കമ്മീഷനെ. സമാന്തര ക്യാബിനറ്റ് എന്ന വിശേഷണവും ആസൂത്രണ കമ്മീഷനാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ലെന്നും സമാന്തര ക്യാബിനറ്റ് എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? ആസൂത്രണ കമ്മീഷനെ. സാമ്പത്തിക ക്യാബിനറ്റും എന്ന് ആസൂത്രണ കമ്മീഷനെ വിളിക്കുന്നു. സൂപ്പർ ക്യാബിനറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. ഈ പോയിന്റ് പഠിച്ചു വെച്ചിരിക്കണം. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരണത്തിന് കാരണമായ ഭരണഘടനയുടെ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ നിർദ്ദേശക തത്വത്തിലാണ് ഇന്ത്യയിലെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഭാഗം അടങ്ങിയിരിക്കുന്നത്. നല്ലൊരു പോയിന്റ് ആണ് അത്. ആസൂത്രണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. കൺകറന്റ് ലിസ്റ്റിലാണ് ഏത് കിടക്കുന്നത്? ആസൂത്രണം. മറന്നുപോരുത്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത്. ദാരിദ്ര്യത്തെ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് ആണ്. ഇതിന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ഉണ്ടോ? ഇല്ല. ഇപ്പം ആസൂത്രണ കമ്മീഷൻ ഇല്ല. അതുകൊണ്ട് അവസാനത്തെ അധ്യക്ഷനായിട്ട് നരേന്ദ്രമോദിയാണ്. ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗായി മാറി. അതുകൊണ്ട് അവസാന അധ്യക്ഷൻ നരേന്ദ്രമോദിയും അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയയുമായിരുന്നു. ദേശീയ ആസൂത്രണ കമ്മിറ്റി വന്നത് 38 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി വരുന്നത്. ആസൂത്രണ കമ്മീഷന് പകരം പുതിയതായി വന്നതാളല്ലേ നീതി ആയോഗ്. നീതി ആയോഗ് വന്നത് 2015 ജനുവരി 1. നീതി
ആയോഗ് നിലവിൽ വന്നതെന്നാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗിന്റെ ചോദ്യങ്ങൾ നോക്കിയാൽ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. 2015 ജനുവരി 1 വന്നു. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്. രൂപീകരിച്ച കമ്മീഷൻ അജയ് ജിബ്ബർ കമ്മീഷൻ. അപ്പം നീതി ആയോഗ് നിലവിൽ വന്ന എന്നാണ് 2015 ജനുവരി 1. ഇത് ഏത് കമ്മീഷൻ പ്രകാരം വന്നു? അജയ് ജിബ്ബർ കമ്മീഷൻ പ്രകാരം. ഏതാണ് ഇതൊരു ഏത് സമിതിയാണ്? ഉപദേശക സമിതിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO സിന്ധുശ്രീ കുള്ളർ. ഇവരുടെ ആദ്യ സമ്മേളനം ടീം ഇന്ത്യ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആദ്യ സിഇഒയുടെ പേര് സിന്ധുശ്രീ കുള്ളർ. ഇപ്പൊ നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന എക്സൈസ് വനിതകളുടെ പരീക്ഷയ്ക്ക് നീതി ആയോഗിന്റെ നിലവിലെ CEO ചോദിച്ചു. BVR സുബ്രഹ്മണ്യമായിരുന്നു. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യമാണ്. നിലവിലെ CEO BVR സുബ്രഹ്മണ്യവും നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബറിയുമാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് നീതി ആയോഗിനെ. പോളിസി കമ്മീഷൻ, തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് നീതി ആയോഗ്. പൂർണ്ണനാമം പഠിച്ചു വെച്ചേരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അത് നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാരെന്ന് വെച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ അഭിജിത്ത് ബാനർജിയാണ്. ആദ്യത്തെ ആൾ അമർത്യ സെൻ 98-ൽ. രണ്ടാമത്തെ ഇന്ത്യക്കാരൻ അഭിജിത്ത് ബാനർജി 1919-ലാണ്. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് നമ്മുടെ നരസിംഹറാവു, PV നരസിംഹറാവു ആണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. എന്നാണ് 99-ലാണ്. 1991-ലാണ് പുത്തൻ സാമ്പത്തിക നയം. 1991. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ നിന്ന് ആർക്കായിരുന്നു? അഭിജിത്ത് ബാനർജി 2019 കൂടിയാണ് കിട്ടുന്നത്. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാ? PV നരസിംഹറാവു 91-ലാണ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. എന്നാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉറപ്പ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ഡേറ്റ് 1951 ഏപ്രിൽ 1-നാണ്. റഷ്യയിൽ നിന്നാണ് ഇത് കടമെടുത്തത്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി. സെറ്റാണോ? ഒന്നുകൂടെ. 51 ഏപ്രിൽ 1 വന്നു. റഷ്യയിൽ നിന്നും കടമെടുത്തു. രൂപരേഖ നൽകേണ്ടത് ആസൂത്രണ കമ്മീഷൻ. ഇതിന്റെ അന്തിമ അനുമതി നൽകേണ്ടത് NDC ദേശീയ വികസന സമിതിയാണ്. അടുത്തൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമല്ലേ 51-56. നമ്മളൊന്ന് ഒറ്റ നോട്ടത്തിൽ പഠിക്കുകയാണ്. പഞ്ചവത്സര പദ്ധതികൾ എപ്പോഴും ചോദിക്കുന്ന പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 51-56. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതികളുടെ ആരംഭിച്ച പ്രധാനമന്ത്രി ആരെന്നും പിതാവ് എന്നൊക്കെ വിളിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിക്ക് 4 ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ 4 ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുകയെ. പഞ്ചവത്സര പദ്ധതികൾ 12 എണ്ണമാണ് ഉള്ളത്. 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ച പഞ്ചവത്സര പദ്ധതി 12 മുതൽ 17 വരെ. ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2012 മുതൽ 17 വരെ. ഇന്ത്യയുടെ ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി 97-2002-ലാണ്. കുടുംബശ്രീ വന്നത് അതിനകത്ത. കുടുംബശ്രീ വന്നത് 9ാം പദ്ധതി കാലത്ത്. ഡേറ്റ് പഠിച്ചു വെച്ചേരെ. 1998 മെയ് 17. അതുകൊണ്ട് കുടുംബശ്രീ ദിനം എന്ന മെയ് 17 നമ്മുടെ കേരളത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം കോട്ടയക്കുന്നിലെ AV വാജ്പേയിയാണ് ഈ കുടുംബശ്രീ ഇന്ത്യയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാ കുടുംബശ്രീ വന്നത് 98 മെയ് 17. എത്രാം പഞ്ചവത്സര പദ്ധതി? 9. അപ്പൊ ജനകീയ പദ്ധതി എന്നും കുടുംബശ്രീ വന്നതും ഒക്കെ 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി ഏതാ? 10ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ മേഖലയിലെയും സമഗ്ര വികസന പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. എല്ലാ മേഖലയിലെയും സമഗ്ര വികസനം 2007-2012. അപ്പം അവസാന പഞ്ചവത്സര പദ്ധതി 12 ആണ്. അത് സുസ്ഥിര വികസനമാണ്. 11ന്റെ ലക്ഷ്യം കണ്ടോ? എല്ലാ മേഖലയിലെയും സമഗ്ര വികസനം. 10ന്റെ ലക്ഷ്യം കണ്ടോ? കേരള മോഡൽ വികസന പദ്ധതി. 9
അത് ഇച്ചിരി മുമ്പ് പഠിച്ചു. ജനകീയ പദ്ധതി ഏതാ? 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം, ജനകീയ പദ്ധതി, സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ വന്ന പദ്ധതി, കുടുംബശ്രീ വന്ന പദ്ധതി, ഗ്രാമവികസന പദ്ധതി, ഇതെല്ലാം 9ാം പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. അടുത്തതാ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനുവരി 1. ഡേറ്റ് വേണേ, ജനുവരി 1. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. 8ാം പഞ്ചവത്സര പദ്ധതി WTO വന്നതും 1995 ജനുവരി 1. ഇതിന്റെ ആദ്യകാല നാമം ഗാട്ട് എന്നാണ് വിളിക്കുന്നത്. 48 വന്ന ഗാട്ടാണ് 95 WTO ആയത്. ജനീവയാണ് ആസ്ഥാനം. WTOയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ആസ്ഥാനം. ഇന്ത്യ അംഗമായത് എവിടെയാണ്? 95 ജനുവരി 1. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ അംഗമാകുന്നത്. അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത നോക്കേ, ഇന്ത്യയുടെ കാർഷിക പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 1ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതിയത് ഒരു മലയാളിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം എഴുതിയ മലയാളിയുടെ പേര് കണ്ടോ? KN രാജ്. ഇദ്ദേഹമാണ് ഇതിന്റെ പിതാവ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കേണ്ടതും KN രാജാണ്. അപ്പം 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതിയ മലയാളിയുടെ പേരെന്താ? ഡോക്ടർ KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവാര? KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലാണെന്ന് ചോദിച്ചാൽ ഹരോൾഡ് ഡോമർ മോഡൽ. ഹരോൾഡ് ഡോമർ മാതൃകയിലാണ് 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി KN രാജ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ വന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ബക്രാനെങ്കിലും ദാമോദറൊക്കെ വരുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ 1ലാണ് വരുന്നത്. ജലസേചന പദ്ധതികൾ 1ലാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായ പദ്ധതി എന്ന് വിളിക്കുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളൊക്കെ ഉണ്ടല്ലോ, ബിലായിയും റൂർക്കേലയൊക്കെ വരുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ എന്ന് വിളിക്കുന്നത് 4ാം പഞ്ചവത്സര പദ്ധതി. യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയ്ക്ക് ഉത്തരം 3 എന്ന് വന്നിട്ടുണ്ട്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ദിരാഗാന്ധി ഗരീബി കടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി ഭക്ഷണം, ഇതൊക്കെ കൊണ്ടുവന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ദിരാഗാന്ധി ഗരീബി കടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി ഭക്ഷണം, ICDS പദ്ധതി എന്ന് കേട്ടിട്ടില്ലേ? അതായത് കുട്ടികൾ, അംഗനവാടി കുട്ടികളുടെ ICDS പദ്ധതി, ഇതെല്ലാം ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഗാന്ധിയൻ മാതൃക എന്ന് വിളിക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനങ്ങളാണ് ഇതിൽ കൂടുതലും കൊണ്ടുവരുന്നത്. വാർത്താവിനിമയ രംഗത്തെ പുരോഗതി 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. മനുഷ്യ വികസനം പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പം വാർത്താവിനിമയ രംഗത്തെ പുരോഗതി രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ 7ാം പദ്ധതി. മനുഷ്യ വികസനം എന്ന് പറയുന്ന പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. റാവു മൻമോഹൻ മോഡൽ എന്നാണ് വിളിച്ചിരുന്നത്. റാവു മൻമോഹൻ മോഡൽ മാതൃക 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത് 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ റാവു മൻമോഹൻ മോഡൽ 8, വാർത്താവിനിമയം 7, സ്ത്രീ ശാക്തീകരണം എത്രയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം. കേരള മോഡൽ വികസന പദ്ധതി നേരത്തെ പറഞ്ഞു, 10ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത നോക്കേ, വിദ്യാഭ്യാസ പദ്ധതി 11ആണ്. വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി. ആരാ വിളിച്ചതെന്നറിയാമോ? മൻമോഹൻ സിംഗ്. 11ാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിളിച്ചത് മൻമോഹൻ സിംഗ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തതാണ്ട് ഒരു കൊച്ചു പോയിന്റിലേക്ക് നോക്കുന്നു. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം 91. കഴിഞ്ഞ ആഴ്ച പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പുത്തൻ സാമ്പത്തിക നയം 91ലാണ്. PV നരസിംഹറാവു ആയിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി. മൻമോഹൻ സിംഗ് ആണ്. 3 കാര്യങ്ങൾ ഇതാണ് പരീക്ഷയ്ക്ക് ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ചയിലെ പരീക്ഷയ്ക്ക് വന്ന്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ തെറ്റായത് ഏത് എന്നാ കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും പുത്തൻ സാമ്പത്തിക നയത്തിലെ 3 നയങ്ങൾ ഏതൊക്കെയാ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. എന്നാ വന്നത് 91. ആരായിരുന്നു കൊണ്ടുവന്നത്? പ്രധാനമന്ത്രി നരസിംഹറാവുവും ധനകാര്യമന്ത്രി നമ്മുടെ മൻമോഹൻ സിംഗുമായിരുന്നു. ഓക്കെ, ഇനി ദേശീയ വികസന സമിതി ചോദിക്കും. NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC നോക്കാം. 52 വന്നു. ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. എപ്പോഴും NDCയുടെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി എന്ന് പഠിച്ചാലും മതി. ആദ്യ ചെയർമാൻ നെഹ്റു, ആസ്ഥാനം ന്യൂഡൽഹി. ഇത് കണ്ടോ, ഇതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല. ഒന്ന് തന്നെ പഠിക്കണം കേട്ടോ. അല്ല, ഇതൊരു ഉപദേശക സമിതിയാണ് NDC. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ആര് എന്ന് ചോദിച്ചാലും NDC പറഞ്ഞു. അപ്പൊ NDC എന്നാടെ വരുന്നത്? ദേശീയ വികസന സമിതി 52, ആസ്ഥാനം ന്യൂഡൽഹി, ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി. ഇതൊരു ഉപദേശക സമിതിയാണ്. ഇനി ഇതാണ്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വന്നത് 67. 67 ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കണം.
അതിൻ്റെ പേര് ഇപ്പോൾ സിറ്റ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് 67, മുഖ്യമന്ത്രിയാണ് ആദ്യ ചെയർമാൻ EMS-ഉം ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദും. ഇത് LGSന് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. കേരള ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം 67, ആദ്യ ചെയർമാൻ EMS, ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കൃഷിയാണ്. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രധാന കൃതിയുടെ പേര് ഹിന്ദു സ്വരാജ് 1909. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേരും ഹിന്ദു സ്വരാജ് എന്ന 1909 ഹിന്ദു സ്വരാജ്. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രധാന കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ് 1909. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഗാന്ധിജി. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എടുത്തത് 1881 റിപ്പൺ പ്രഭു അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു അല്ലേ? ആദ്യ ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ 1881. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയമാരുടെ ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏത്? ഹിന്ദു സ്വരാജ് 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് എടുത്തത് 51. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. സെൻസസ് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് ഏത് ലിസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 10 വർഷം കൂടുമ്പോഴേ നമ്മൾ സെൻസസ് എടുക്കാറുള്ളൂ. ഓക്കെ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാഥമിക മേഖല 3 എണ്ണമാണ്. പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനം, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രാഥമിക മേഖല എന്ന് വിളിക്കുന്നത് ഏത്? ആരൊക്കെയാണ്? കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ദ്വിതീയ മേഖല ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ദ്വിതീയ മേഖല ഏതാന്ന് ചോദിച്ചാൽ വ്യവസായം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം. ദ്വിതീയ മേഖല കെട്ടിട നിർമ്മാണം, വ്യവസായം, വൈദ്യുതി, സാധനങ്ങളുടെ ഉൽപാദനം. ഇത് പഠിച്ചു വെച്ചിരിക്കണം, തിരിഞ്ഞും മറിച്ചും ചോദിക്കും. ഇനി അടുത്ത് തൃതീയ മേഖല നോക്കേ. സാമ്പത്തിക ശാസ്ത്രത്തിൽ തൃതീയ മേഖല എന്ന് വിളിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ സേവന മേഖലകളും തൃതീയത്തിലാണ്. ബാങ്കിങ്, വാർത്താവിനിമയം, ഗതാഗതം, വ്യാപാരം, ഹോട്ടൽ, ഇൻഷുറൻസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തൃതീയ മേഖലയിലാണ് വരുന്നത്. ഇതിൽ നിന്ന് ഒരു ചോദ്യം എപ്പോഴും ചോദിക്കും. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഒന്ന് പലതവണ റിവിഷൻ നടത്തി അങ്ങ് വെച്ചിരുന്നാൽ മതി. അതിൽ നിന്ന് ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യന്. സേവന മേഖല, ബാങ്കിങ്, വാർത്താവിനിമയം, ഗതാഗതം, വ്യാപാരം, ഹോട്ടൽ, ഇൻഷുറൻസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം തൃതീയ മേഖലയിലാണ് വരുന്നത്. ഓക്കെ. ഇന്ത്യൻ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതും തൃതീയ മേഖലക്കാരാണ്. കാരണം സേവന മേഖല മൊത്തവും തൃതീയ മേഖലയിൽ കിടക്കുകയല്ലേ. ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതും ഏതാണ്? തൃതീയ മേഖലയിലാണ് കിടക്കുന്നത്. അപ്പം സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശം ഒരു ഐഡിയയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി. ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കി. രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ്. INC-ക്ക് ആ പേര് കൊടുത്തു. INC-യുടെ രണ്ടാമത്തെ പ്രസിഡന്റ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, രസ്ത് ഗോഫ്താർ എന്ന മാസിക, വോയിസ് ഓഫ് ഇന്ത്യ എന്ന മാസിക, ഇതൊക്കെ. പിന്നെ വിശ്വേശ്വരയ്യയെ പഠിച്ചപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ്. അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ എഞ്ചിനീയേഴ്സ് ദിനം? സെപ്റ്റംബർ 15. PC മഹലനോബിസിന്റെ ജന്മദിനം എന്താ? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ 29 അല്ലേ? ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ഒത്തിരി നല്ല, എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ അടുത്ത ഇതൊന്ന് ഓട്ടിച്ച് പറഞ്ഞു തന്നതാ. സാമ്പത്തിക ശാസ്ത്രം ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു തന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട പോയിന്റുകൾ പലതവണ ഒന്ന് റിവിഷൻ നടത്തുക. ഇന്ന് ഞാൻ അഡീഷണൽ നോട്ടൊന്നും ഞങ്ങൾക്ക് പറയാൻ, ടോപ്പിക്ക് തന്നെ ഒത്തിരി ഇതുണ്ട്. കറക്റ്റ് ഓർഡറിൽ തീർന്നില്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോകുമെന്ന് വെച്ചാണ് ഞാൻ ആ കറക്റ്റ് ഓർഡറിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി സ്പീഡ് കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും അത് കറക്റ്റ്. ഈ 1 മണിക്കൂറൊക്കെ എടുക്കുമ്പം പലരും പറയും ഇത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട സാറേ, ഇത്രയും നേരം പഠിക്കുമ്പോൾ MB തീരുന്നു, അത്രയും നേരം ഞങ്ങൾക്ക് വേറെയൊക്കെ ക്ലാസ്സുകളും പഠിക്കണ്ടേ എന്നൊക്കെ പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഒരു അരമണിക്കൂറിൽ ഒതുക്കണോ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരോടും പറയുകയാണ് നല്ല രീതിയിൽ പഠിക്കുക. ഇത് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത്, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ യാത്രകൾ ചെയ്യുമ്പോഴോ, ഫ്രീ എപ്പോഴാണോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും റിവിഷനായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പ് എന്ന് പറയുന്നത് ഞാൻ ഉറപ്പ് പറയാം, ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഒന്നി കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഉണ്ടായിരിക്കും. ഓക്കെ. എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ പോയിരുന്നു. വാശിയോടുകൂടി പഠിച്ചോ. വീണ്ടും കാണും. അടുത്ത ആഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ കാണാം. നന്ദി, നമസ്കാരം.